BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിലെത്തിയതിനെ തുടർന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തി പ്രാപിക്കാനും ഭരണത്തിൽ ഇടപെടാനും ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തമാകുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇസ്ലാമിക ഭീകര സംഘടനകളുടെയും പരസ്യ പിന്തുണയോടെ അധികാരത്തിലെത്തിയ സംസ്ഥാന സർക്കാരിന് ഇവരുടെ സമ്മർദ്ദങ്ങളെ രാഷ്ട്രീയമായി നേരിടാനും അതിജീവിക്കാനും കഴിയുന്നില്ല എന്നും വഴങ്ങേണ്ടി വരുന്നു എന്നുമാണ് പ്രധാനമായി ഉയരുന്ന ആരോപണം. കോൺഗ്രസ് മന്ത്രിമാർ അടക്കമുള്ളവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവരുടെ നേതാക്കൾ എത്തിയതും ഇതിന്റെ സൂചനയായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ചില തീവ്രവാദ സംഘടനകളുടെ നേതാക്കളും പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ എത്തിയിട്ടുള്ളത് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിന്ന സമസ്ത തങ്ങളുടെ പിന്തുണയ്ക്ക് പ്രതിഫലം തേടി മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും സന്ദർശിച്ച് നിവേദനം നൽകിയതും വിവാദമായി. സംസ്ഥാന സർക്കാരിന്റെ വിവിധ കമ്മിറ്റികളിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് സമസ്ത പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത്. ഈ സർക്കാരിന്റെ ഭരണകാലത്ത് കേരളത്തിൽ ഒരു അറബിക് സർവകലാശാല സ്ഥാപിക്കണമെന്നും കോളേജ് സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഇസ്ലാം മത തത്വങ്ങൾ ധാർമ്മിക പാഠം എന്ന നിലയിൽ കൂടുതൽ ഉൾപ്പെടുത്തണമെന്നും സമസ്ത നേതാക്കൾ മുഖ്യമന്ത്രി VD സതീശനോട് ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ ഇസ്ലാമിക അറബിക് സർവകലാശാല ആരംഭിക്കാനുള്ള നീക്കം ഉണ്ടായെങ്കിലും മാതൃഭാഷയോ കേരളത്തിലെ ഔദ്യോഗിക ഭാഷയോ അല്ലാത്തതുകൊണ്ട് അറബിക് സർവകലാശാല എന്ന നിർദ്ദേശം തള്ളിപ്പോവുകയായിരുന്നു. UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ വീണ്ടും ഈ ആവശ്യവുമായി സമസ്തയും ഇസ്ലാമിക സംഘടനകളും എത്തുന്നത് പിന്നാലെ മുസ്ലിം ലീഗ് ആവശ്യം ഉന്നയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധർ പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മമ്പ്രം തങ്ങൾ ഗവേഷണ കേന്ദ്രം തുടങ്ങുക, സർവകലാശാല വിദ്യാഭ്യാസ കലണ്ടറുകളിൽ സാമൂഹിക സാഹചര്യങ്ങൾ കൂടുതൽ പരിഗണിക്കുക, ചെറിയ പെരുന്നാളിനും ബലിപ്പെരുന്നാളിനും 3 ദിവസം അവധി നൽകുക, ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള ജില്ലകൾ വിഭജിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉമർ ഫൈസി മുക്കം, BK അബ്ദുൽ ഖാദർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സമസ്ത സംഘം ഉന്നയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി VD സതീശനും തങ്ങളുടെ ആവശ്യങ്ങളോട് അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നാണ് സമസ്ത നേതാക്കൾ പിന്നീട് പറഞ്ഞത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിദേശ സംഭാവനകൾ നിയന്ത്രിക്കുന്ന FCRA നിയമ ഭേദഗതിക്കെതിരെ ഇടതുമുന്നണിയും വലതുമുന്നണിയും നിയമസഭയിൽ സംയുക്തമായി അംഗീകരിച്ച പ്രമേയത്തിനെതിരെ BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ നടത്തിയ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തതും ഇസ്ലാമിക തീവ്രവാദി സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നുള്ള ആരോപണവും ശക്തമായി. മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് അന്നത്തെ പോലീസ് റിപ്പോർട്ടിലും കലാപത്തിന് പിന്നിൽ വിദേശ ഫണ്ടുണ്ടെന്നും വ്യക്തമായിരുന്നു. രാജ്യസുരക്ഷയ്ക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ FCRA എതിർക്കുന്ന അന്താരാഷ്ട്ര തീവ്രവാദിയായ മദനിയെ അനുകൂലിച്ച് പ്രമേയം പാസാക്കിയ നിയമസഭയാണ് രാജ്യസുരക്ഷയ്ക്കായുള്ള ബില്ലിനെ എതിർക്കുന്നത് എന്നാണ് ഗോപകുമാർ നിയമസഭയിൽ പ്രസംഗിച്ചത്. സഭാരേഖകളിൽ നിന്ന് ഇത് നീക്കണമെന്നാവശ്യപ്പെട്ട് PDP സംസ്ഥാന സെക്രട്ടറി നിയമസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. സഭയിൽ അംഗമല്ലാത്ത ഒരാളെക്കുറിച്ച് നടത്തുന്ന പരാമർശം എന്ന നിലയിൽ നീക്കം ചെയ്യണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ നിയമസഭയിൽ ഒരു അംഗം നടത്തിയ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കുന്നത് സമ്മേളന കാലത്താണെങ്കിൽ സ്പീക്കർ സഭയെ അറിയിക്കുകയാണ് പതിവ്. സമ്മേളന കാലാവധിക്ക് ശേഷമാണെങ്കിൽ അംഗത്തെ രേഖാമൂലം അറിയിക്കണം. PDP നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് സംഭവം പൊതുസമൂഹം അറിഞ്ഞത്. അതേസമയം പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് ഒരു MLAയും പരാതി നൽകിയിട്ടുണ്ടെന്ന് നിയമസഭാ ഓഫീസ് പറഞ്ഞു. 2008 ബാംഗ്ലൂർ സ്ഫോടന കേസിൽ ജയിലിലായ മദനിക്ക് ലഷ്കർ കമാൻഡർ തടിയൻ്റെവിടെ നസീറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാട്ടി കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് മദനി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളിപ്പോയി. പൂന്തുറ കലാപം അന്വേഷിച്ച K. അരവിന്ദാക്ഷൻ കമ്മീഷൻ കലാപത്തിൽ മദനിയുടെ പങ്ക് വളരെ വ്യക്തമായി അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടെ മുസ്ലിം ലീഗിന്റെ കേന്ദ്രമന്ത്രിയായിരുന്ന E. അഹമ്മദിന് പാക് ചാരസംഘടനയായ ISIയുമായി ബന്ധമുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം അണ്ടർ സെക്രട്ടറി RVS മണി ഡൽഹിയിൽ വെളിപ്പെടുത്തിയത് മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി. ബന്ധത്തിന്റെ നിരവധി കുറിപ്പുകൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉണ്ടെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാറാട് കലാപം അന്വേഷിച്ച ജസ്റ്റിസ് തോമസ് P. ജോസഫ് കമ്മീഷൻ
മുസ്ലിം ലീഗിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചും ഇ അഹമ്മദ് നിയമവും ചട്ടവും ലംഘിച്ച് മാറാട് പള്ളിയിൽ കയറി ചോരപ്പാടുകൾ കഴുകാൻ നേതൃത്വം നൽകിയതും തെളിവുകളും ആയുധങ്ങളും നീക്കാൻ ഒത്താശ ചെയ്തതും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാറാട് കലാപത്തിലെ ഗൂഢാലോചനയും സാമ്പത്തിക സ്രോതസ്സും അന്വേഷിക്കണമെന്ന് തോമസ് പി ജോസഫ് നിർദ്ദേശിച്ചിരുന്നതാണ്. അന്വേഷണം വഴിമുട്ടിപ്പോവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ RVS മണിയുടെ വെളിപ്പെടുത്തൽ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. അതിനിടെയാണ് ലീഗിന്റെ തലയ്ക്ക് മുകളിൽ കൂടി സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും മറ്റും ഭരണത്തിൽ പിടിമുറുക്കാൻ ശ്രമം നടത്തുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.